നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. കണ്ണം വിഷ്ണുച്ചന്റെയും ചേച്ചിയമ്മയുടെയും ഭാഗത്താ. ഈ കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല. അമ്മയോടൊപ്പം എത്ര വട്ടം ഞാൻ ക്ഷേത്രത്തിലൊക്കെ വന്നിരിക്കുന്നു. ഇനി എന്നെ മറന്നുപോയിട്ടാണോ? കല്യാണം നടത്താനും നടത്താതിരിക്കാനൊക്കെ ഒത്തിരി കഴിവുള്ള ആളല്ലേ. അങ്ങനെയാ ഞാൻ കേട്ടിട്ടുള്ളത്. എന്നിട്ടെന്താ ഈ കല്യാണം മുടക്കാൻ മാത്രം ഉത്സാഹം കാണിക്കാത്തത്? എത്രയോ ആൾക്കാർക്ക് എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാ കണ്ണൻ. ഇങ്ങനെ ഒരു ചെറിയ കാര്യമല്ലേ ഞാൻ ആവശ്യപ്പെട്ടോളൂ. വിഷ്ണുച്ചൻ പാവല്ലേ, ചേച്ചിയമ്മയും പാവോ. പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ കൊണ്ടല്ലേ നമ്മൾ കല്യാണം കഴിപ്പിക്കേണ്ടത്. ഇതൊക്കെ ഞാൻ പറയാതെ മനസ്സിലാക്കുന്ന ആളല്ലേ കണ്ണൻ. പിന്നെ എന്തിനാ ഇതിങ്ങനെ നടത്താൻ പോകുന്നത്? എനിക്കറിയാം, സത്യാമ്മയും കാർത്തികാന്റിയും ഒക്കെ വന്ന് പറയുന്നുണ്ടല്ലേ. അതുകൊണ്ടാ ഞാൻ തന്നെ ഈ കാര്യം പറയുന്നത്. അതെ, ഞാനൊരു സത്യം പറയട്ടെ. കാർത്തികാന്റി നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല. ബാഡ് ഗേളാ. എന്നെ എന്തുമാത്രം ഉപദ്രവിക്കുമെന്ന് അറിയാവോ? ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? ഈ കല്യാണം മുടക്കാൻ വേണ്ടിയാ. കല്യാണം മുടങ്ങിയ കാർത്തികാന്റി ഇവിടെന്ന് പോവും. എന്റെ ചേച്ചിയമ്മ ഈ വീട്ടിലേക്ക് വരികയും ചെയ്യും. ഈ വീട്ടിലേക്ക് വിഷ്ണുച്ചന്റെ ഭാര്യയായി കാർത്തികാന്റി വരുന്നത് പപ്പിമോൾക്ക് ഇഷ്ടമല്ല. കണ്ണനിപ്പോ വിചാരിക്കും കണ്ണനെ മണിയടിക്കാൻ വേണ്ടിട്ടാ ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നേന്ന്. അല്ല, വിഷ്ണുച്ചനോടുള്ള ഇഷ്ടം കൊണ്ടാ. എനിക്കിപ്പോ കണ്ണനൊരു വാക്ക് തരണം. ഈ കല്യാണം നടത്തിക്കില്ലെന്ന്. കാർത്തികാന്റി ഈ വീട്ടിൽ നിന്ന് ഓടിക്കൂന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലേ? അപ്പൊ കണ്ണൻ എന്നോട് ഇഷ്ടമല്ലല്ലേ? അതുകൊണ്ടല്ലേ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്. ഞാൻ വഴക്കാ. ഇനി ഞാൻ ഓരോ ആവശ്യം പറഞ്ഞ് കണ്ണന്റെ മുന്നിൽ വരില്ല. സങ്കടപ്പെട്ട പപ്പിമോള് പോകുന്നത്. ഇത്രയൊക്കെ പപ്പിമോള് പറഞ്ഞിട്ടും കേക്കില്ല എന്ന് വെച്ചാ ഞാൻ ഇനി മിണ്ടില്ല. ഈ പൂ എനിക്ക് തന്നതാ. അപ്പോ എന്റെ പ്രാർത്ഥന കേട്ടല്ലേ? എനിക്കിപ്പോ ഉറപ്പായി ഈ കല്യാണം ആര് വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ലെന്ന്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കണക്കാക്കണ്ട കേട്ടോ. ഞാൻ മിണ്ടുകയും ചെയ്യാം, വന്ന് പൂജിക്കുകയും ചെയ്യാം കേട്ടോ. എടാ, ഇനി തീരുമാനം എടുക്കേണ്ടത് നീയാ. നിന്റെ ജീവിതമാ. ഇനി തീരുമാനിക്കാനുള്ള അവകാശവും നിനക്ക് തന്നെ വിഷ്ണു. എന്നുവെച്ച് അമ്മയെ അനുസരിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അമ്മയാണെങ്കിലും ഈ ഞാനാണെങ്കിലും തെറ്റാണെന്ന് പറയാനുള്ള തന്റെ ഇടം നീ കാണിക്കണമെന്നാ പറയുന്നത്. ഇപ്പൊ നീ ഇത് കാണിച്ചില്ലെങ്കിൽ പിന്നീട് നിനക്ക് നഷ്ടപ്പെട്ട നിമിഷങ്ങളോർത്ത് ദുഃഖിക്കേണ്ടി വരും. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടന്റെ മനസ്സിൽ എന്റെ കുഞ്ഞേച്ചിയാ. കുഞ്ഞേച്ചി ഇല്ലാതെ വിഷ്ണുവേട്ടന്റെ ജീവിതം പൂർണ്ണമാവുകയില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അതറിയിക്കേണ്ട സമയത്ത് അതറിയിക്കേണ്ടവരെ അറിയിക്കണം. അതിന് വിഷ്ണുവേട്ടൻ തയ്യാറായേ പറ്റൂ.
ഒട്ടും പേടിക്കണ്ട കേട്ടോ. കണ്ണം വിഷ്ണുവച്ചന്റെയും ചേച്ചിയമ്മയുടെയും ഭാഗത്താ. ഈ കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല. കണ്ടോടാ, പപ്പിമോൾ വരെ ഈ കല്യാണം മുടങ്ങിക്കാണാൻ പ്രാർത്ഥിക്കുക. കൃഷ്ണഭഗവാൻ ഈ കുഞ്ഞിന്റെ പ്രാർത്ഥന കേൾക്കുവോ അതോ നിന്റെ അമ്മ ഭാമയുടെ വാശി കാണൂ? കൃഷ്ണ ഭഗവാൻ എനിക്ക് വാക്ക് തന്നിരിക്കയാ. പപ്പിമോൾ പറഞ്ഞ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഒരു സംശയം വേണ്ട, ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. എന്താ വിശ്വംബരെ പറയുന്നത്? നമ്മൾ പറഞ്ഞ രീതിയിൽ നിന്നും പന്തലിന്റെ പ്ലാൻ മാറ്റണമെങ്കിൽ എന്നോടൊന്ന് പറയണ്ടേ? വിഷ്ണു, പാചകക്കാരനുമായിട്ട് സംസാരിച്ചിട്ടാ പന്തലിന്റെ അളവ് പറഞ്ഞിരിക്കുന്നത്. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. പറഞ്ഞ സമയത്ത് കൃത്യമായി കാര്യങ്ങൾ അങ്ങ് ചെയ്താൽ മതി. പിന്നെ കതിർമണ്ഡപത്തിന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണേ. എന്നെ കാണിച്ചു തന്നെ മതി കേട്ടോ. എടാ രോഹിത്തെ, എടാ സത്യമേ, കല്യാണത്തിനുള്ള മാല, ബൊക്ക, പൂക്കൾ ഇതെല്ലാം നീയാ പറഞ്ഞിരിക്കുന്നത് രോഹിത്തെ. അതിന്റെ ആൾക്കാരെ വിളിച്ച് സമയവും ദിവസവും കൃത്യമായി അവരെ അറിയിക്കണം. എന്താടാ പറഞ്ഞത് കേട്ടില്ലേ? അതെ, ഞാൻ പറഞ്ഞോളാം സത്യമേ. ദേ, ആ സമയത്ത് കിടന്ന് ഓടാൻ വയ്യ, അതുകൊണ്ടാ പിന്നെയും പിന്നെ എടുത്തു പറയുന്നത്. ഡാ വിഷ്ണു, നീ എങ്ങോട്ടേ പോകുന്നത്? അവിടെ നിൽക്കേ. എന്ത്? കല്യാണ ഡ്രസ്സിന്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോ നീ ഒന്നും മറുപടി പറഞ്ഞില്ല. നീ ഇന്ന് പോകുന്നുണ്ടോ? അല്ല, ഇന്നിപ്പോ പോകുന്നുണ്ടോ ഇല്ലയോ? നീ തനിയെ പൊയ്ക്കോളാന്ന് പറയുന്നെങ്കിൽ അത് വേണ്ട. ഞാനും കൂടി വരുന്നുണ്ട്. കാർത്തികി, നമ്മൾ ഒരുമിച്ചാ പോകുന്നത്. എവിടെ കാർത്തിക? എവിടെ? ഞാനിവിടെ ഉണ്ട് സത്യമേ. നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്കും മോളെ. വാ മോളെ, നീ റെഡി ആയിക്കോ. ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ രണ്ടുപേർക്കും മേടിക്കാം. പിന്നെ വരുന്ന വഴിക്ക് ആ ജ്വല്ലറിയിൽ ഒന്ന് കയറണം. ഡിസൈൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. അങ്ങനെ കാർത്തിക കതിർമണ്ഡപം വരെ എത്തി. ഇനിയൊന്ന് കാലെടുത്ത് വെക്കേണ്ട താമസമേ ഉള്ളൂ. എന്നെ പടിയിറക്കി ശാലിനിയെ ആ സ്ഥാനത്തേക്ക് കൂടിയിരുത്താമെന്ന് കരുതിയവർക്ക് മുന്നിൽ തല ഉയർത്തി നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇത് ഞാൻ കള്ളങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയെടുത്ത നേട്ടമാണ്. ഇനി ഇതിൽ ഒരാളും വന്ന് തലയിടാൻ ഞാൻ സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.